ഞാൻ അനങ്ങൂല, എൻ്റെ തീരുമാനം ഇതാണ്, ഞാൻ ഇന്ന് അനങ്ങൂല എന്ന് മനുഷ്യന്മാർ പാറ പോലെ ഉറച്ചു നിൽക്കും പലപ്പോഴും. എല്ലാ വിഷയത്തിലും വല്ലാതെ ബലം പിടിക്കേണ്ട കാര്യമില്ല. എല്ലാ വിഷയവും ബലം പിടുത്തത്തിൻ്റെതല്ല. ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തെന്ന് വെച്ചാൽ ലോകത്തൊന്നും സംഭവിക്കാൻ വേണ്ടി പോണില്ല. കോഴിക്കോട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാൽ തീരുമാനിക്കാം. അപ്പം ഈ പാളയം വൈക്കും പോവാം, ഇതിലേ ഇങ്ങനെ കറങ്ങിയിട്ട് മാനാഞ്ചിറ വൈക്കും പോവാം. അപ്പോൾ കൂടെ ഉള്ള ആൾ പറയുകയാണ് നമുക്ക് മാനാഞ്ചിറ വൈക്ക് പോവാം, നമുക്ക് ഒരാളൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കാണേണ്ട കാര്യമുണ്ട്. ഇല്ല ഞാൻ പാളയം വൈക്കേ പോവുള്ളൂ. അല്ല, ഒന്ന് മാനാഞ്ചിറ ഞാൻ വരില്ല, എനിക്ക് പാളയം വൈക്കേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ട് അവിടെ? ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ത് തന്നെയാണ്? ബീച്ചിലേക്ക് എത്താനാണ്. അത് ഇതിലേ പോയാലും എത്തുന്നത് ബീച്ചിലേക്കാണ്, ഇതിലേ പോയാലും എത്തുന്നത് ബീച്ചിലേക്കാണ്. പിന്നെ എന്തിനാണ് ഇത്ര ബലം പിടുത്തം? ഒന്ന് നമ്മൾ ബലം കുറച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ള ആൾക്ക് ഭയങ്കര ആശ്വാസപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൂടെ സഞ്ചരിച്ചിട്ട് ഒരാളെ കണ്ട് റാഹത്തായിട്ട് അവിടെ എത്താൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്, ചിലയിടത്ത് ഞാൻ പിടിച്ച തീരുമാനത്തിൻ്റെ മേലെ അനങ്ങാതെ ഉറച്ച് നിൽക്കുക. പറയുമ്പോൾ ഒന്നും തോന്നരുത്, പലപ്പോഴും റിലേഷൻഷിപ്പിൽ നടക്കുന്ന സാധനമാണത്. ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ഞാൻ പിടിച്ചത് അനങ്ങൂല, ഞാൻ പിടിച്ചിരിക്കണത് ഞാൻ ഇനി എന്താ ഇതെന്ന് അനങ്ങൂല എന്ന് തീരുമാനിക്കുന്ന സംഗതി കൂടുതലുണ്ടാവൽ ഇതിലാണ്. ചില ആൾക്കാർ ടൂർ പോകാൻ തീരുമാനിക്കും. ചില വാപ്പാരാണ് അതിൽ കൂടുതലുണ്ടാവല്. ടൂർ പോകണ്ടാവും. ഇവർക്ക് 2 ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ഒരു വയനാട് ഒരു ഊട്ടി. പിന്നെ മക്കൾ മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലൊക്കെ എത്ര പോകണം ഇവിടുന്ന്, എന്നിട്ട് പോയിട്ട് അവിടെ ഒന്നും കാണാനുമില്ല. അപ്പോൾ ഒരു മൂന്നാർ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു കൊടൈക്കനാലിലേക്ക് എത്ര ദൂരം ഓടിക്കാനുള്ള റോഡൊന്നും ശരിയില്ല, ആ വൈക്ക് പോയിട്ടുണ്ടാവില്ല. എന്നാലും പറയും കൊടൈക്കനാലിലേക്കുള്ള റോഡ് ശരിയില്ല എന്ന് പറയും. ഇവിടെ ടൂറ് പോകാന്നുള്ളൊരു സംഗതിയാണല്ലോ നടക്കുന്നത്. ടൂറ് പോണത് എന്തിനാണ്? മനുഷ്യൻ്റെ ഒരു സമ്മർദ്ദം കുറയ്ക്കാനും ആളുകൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള സംഗതിയാണല്ലോ ടൂറ്. ഇവിടെ നമ്മളിങ്ങനെ ഉറച്ച തീരുമാനം എടുത്തിട്ട് ഒരു ഊട്ടിയും വയനാടും മാത്രം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവുമോ? അല്ല, കൂടുതലുള്ള ആൾക്കാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടാക്കിയിട്ട് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്താൻ നോക്കുകയാണ്. ശരിക്കും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വേറെ കുറേ ആൾക്കാരുണ്ട്, ഇറങ്ങാം നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം, ഇവർക്ക് 2 ഹോട്ടലുണ്ടാവും, അത് മാത്രമേ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഇഷ്ടമുള്ള 2 ഹോട്ടൽ ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ വേറെ ഏത് ഹോട്ടൽ പറഞ്ഞാലും അതിനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല. ഒരാൾക്കൊരു ഓപ്ഷൻ കൊടുക്കാതെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇതെന്താ ജയിൽ പുള്ളിയെ പറ്റുകയാണോ കൂടെ ഉള്ളത്? ഞാൻ പറഞ്ഞത് ഇതൊക്കെ അനാവശ്യമായ ബലം പിടുത്തങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് എവിടെയാണെന്ന് താല്പര്യം, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലേ ഉദ്ദേശം, വയറ് നിറയ്ക്കുക എന്നുള്ളതും ഒന്ന് ഫ്രീ ആവുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും ആയാലും കുഴപ്പമില്ലല്ലോ. മയമുള്ള പ്രകൃതക്കാരാവുന്ന സമയത്ത് വിട്ടുവീഴ്ചകൾ കുറേ സംഭവിക്കും. ബലം പിടുത്തക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു തീരുമാനം ഉണ്ടാവും, അതിനനുസരിച്ച് മാത്രമേ ഇവർ പോവുള്ളൂ.